അത്ര പെട്ടെന്ന് ഇത് എന്തൊരു പോക്കടിയർ. പ്രിയങ്ക, നീ എന്തായി കാണിക്കുന്നത്? നേരം എടുത്തില്ലേ? എനിക്ക് കോടതി പോകാനുള്ളതല്ലേ? അത് എപ്പോഴും ഉള്ളതല്ലേ, കുറച്ചുകൂടി കഴിയട്ടെ. ഇന്നെനിക്ക് മുഖ്യമായ ഒരു കേസ് വാദിക്കാനുണ്ട്. ഈ കേസിനെ കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തൊരാളാപ്പാ! ബെഡ്റൂമിൽ കൂടി കോർട്ടിന്റെ വിചാരണോ? നിങ്ങൾക്ക് ഭാര്യയോടെ കഴിയണമെന്ന് ആഗ്രഹമില്ലേ? പ്രിയേ, എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കാണുന്നതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ബംഗ്ലാവ്, കാറ്, സ്റ്റാറ്റസ് എല്ലാം ആർക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നത്? നിനക്ക് വേണ്ടിയല്ലേ? അതൊന്നും എനിക്ക് ആവശ്യമില്ല. കുറച്ചു നേരം എന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയാൻ പറഞ്ഞ അത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഓ, ഇങ്ങനെ ഒരു വെജിറ്റബിളിനെയാണല്ലോ ദൈവം എനിക്ക് തന്നത്. നിന്നോട് തർക്കിക്കാൻ എന്നെ കൊണ്ടാവില്ല. തർക്കിച്ചുകൊണ്ട് ഇവിടെ നിന്നാലേ എനിക്കിന്ന് കോടതി പോകാൻ പറ്റില്ല. ദൈവമേ, ഇങ്ങേർക്ക് വികാരം വരാനുള്ള ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്ത് ഒരു മനുഷ്യനാക്കി മാറ്റിയാൽ ഞാൻ എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്തേക്കാമേ. നിങ്ങളുടെ ഒരു കാര്യം. നീ എപ്പോഴും എങ്ങനെയാ? എനിക്ക് മൂഡ് വരുമ്പോ സഹകരിക്കില്ല. നിങ്ങൾക്ക് എപ്പോഴും എങ്ങനെയാ? 24 മണിക്കൂർ നിങ്ങൾക്ക് മൂഡ് തന്നെയാ. നിന്റെ വർത്താനം കേട്ടാ എനിക്കെന്തോ 24 മണിക്കൂർ നിന്നെ കൊണ്ട് സന്തോഷം എന്നാ. അത് കൊള്ളാം. അപ്പൊ എന്നെ കൊണ്ട് സന്തോഷമില്ലെന്നാണോ നിങ്ങൾ പറയണേ? നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിന്റെ മുന്നിൽ എന്തിനാ നണിക്കുന്നേ? എപ്പോ നോക്കിയാലും നിങ്ങൾ ഒരുമാതിരി കാട്ടായ. കാലത്ത് തന്നെ ഈ ഡ്രസ് എന്തിനാ? അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാ? എനിക്ക് അമ്പലത്തിൽ പോകാതെ പറ്റില്ല. എന്താ, സന്യസിക്കാനാണോ ഉദ്ദേശം? സന്യസിക്കാനൊന്നുമല്ല, എനിക്ക് പൂജയ്ക്ക് ടൈമായി. ഞാൻ വേഗം പോട്ടെ. എന്റെ ഒരു വിധി. ഇതുവരെ റെഡിയായില്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരാം. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. നീ വരുമ്പോഴേക്കും സിനിമയുടെ ആദ്യം കാണാൻ പറ്റില്ല. ഇന്റർവെല് കഴിഞ്ഞിരിക്കും. പ്രിയേ, ഒന്ന് വേഗം. ഐ ആം റെഡി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ ഡ്രസ്സില് ഞാൻ വളരെ സുന്ദരിയായിട്ടില്ലേ? സുന്ദരിയോ? വളരെ വൃത്തികേടായിരിക്കുന്നു. നിനക്ക് കുറച്ചുകൂടി ഡീസന്റ് ആയിക്കൂടെ? നമ്മൾ സിനിമയ്ക്കല്ലേ പോകുന്നത്? അത് പബ്ലിക് പ്ലേസ് അല്ലേ? നീ എന്താ ഇങ്ങനെ? എനിക്കതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ എന്തെങ്കിലും പറയുന്ന വെച്ച് ഞാൻ എന്തിനാ ബോധറാവുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മാത്രമാണ് ഞാൻ ഡ്രസ് ചെയ്യാറുള്ളത്. കറക്റ്റ്. ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും നിനക്കെന്താ? 6 മുഴ സാരി അണിഞ്ഞ് തുമ്പെടുത്ത് തലേ ചുറ്റി, നെറ്റിയിൽ വലിയ പൊട്ടു തൊട്ട്, കാലില് പാദസര അണിഞ്ഞ്, നാട്ടുകാരുടെ മുമ്പിൽ തലയും കുനിച്ച്, കയ്യിലൊരു പൂജാപാത്രവുമായി ഒരു പട്ടിക്കാട് പെണ്ണിനെ പോലെ നടന്ന നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടും. ആഹാ, നീ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് കുടുംബശ്രീകളുടെ ഐശ്വര്യം. ആ അലങ്കാരവും ആ അണിഞ്ഞൊരുങ്ങലുമാണ് ഏറ്റവും നല്ലത്. നോട്ട് ദിസ്. ആഹാ, ആ സൗന്ദര്യം കണ്ടില്ലേ? പൂജാപാത്രവുമായി നടന്നു പോകുമ്പോ പിന്നിയിട്ട നീളമുള്ള മുടി പുറകിൽ ചലിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ ഭർത്താവ് ഭാഗ്യം ചെയ്തവനാണ്. അതെ, അവൾക്കുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതെ പോയല്ലോ ഭഗവാനെ. കഷ്ടം. നിങ്ങളെ പോലൊരു കോന്തിന്റെ ഭാര്യ എന്റെ നിർഭാഗ്യാണെന്ന് പറഞ്ഞാ മതി. അല്ല, നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ദുർവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ അതേ പറയുള്ളൂന്ന് നന്നായിട്ട് അറിയാം എനിക്ക്. ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ എൻജോയ് ചെയ്യാൻ അറിയാഞ്ഞിട്ട് ഭാഗ്യക്കേടാണെന്ന് എനിക്കൊരു കുറ്റം. യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയോ? അതോ അത് ഞാൻ പറഞ്ഞു തരണോ? ഓഹോ, അപ്പൊ നീ ഇതെല്ലാം പഠിച്ച് ഡിഗ്രിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കല്ലേ? കൊള്ളാലോ. എന്നാണോ ഞാൻ പറഞ്ഞത്? നീ പറയുന്നത് കേട്ടാൽ അങ്ങനെയല്ലേ തോന്നൂ. മതി, നിർത്തു നിങ്ങളുടെ അഡ്വൈസ്. ഞാൻ പറയുന്ന നല്ല കാര്യം എപ്പോഴെങ്കിലും നീ അനുസരിച്ചിട്ടുണ്ടോ? അല്ല, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അതെനിക്കറിയാലോ. ജീവിതത്തിൽ ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്ത് ചെയ്യാനാ? എല്ലാം എന്റെ തെറ്റാ. നീ നിന്റെ ഈ വൃത്തികെട്ട വേഷവും. ഇപ്പൊ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്. പറയട്ടെ? പറയ്.
ഏതോ ഒരു കുരങ്ങിന്റെ കയ്യിൽ നല്ല വാസനയും ചന്തവും ഉള്ള പൂമാല കിട്ടിയതുപോലെ ആയിപ്പോയെന്ന്. കൊള്ളാം. നീയാ പറഞ്ഞ പഴഞ്ചൊല്ലി ഞാൻ പറയേണ്ടതാ. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് കുടുംബത്തിലെ സ്ത്രീകളെ പോലെ ജീവിക്കാൻ അറിയില്ല. അല്ല, എന്താ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നോക്ക്, ഇത് കണ്ടോ? വാൾ പോസ്റ്റിൽ ഒട്ടിക്കുന്ന പശ പോലെയുണ്ട്. ആഴ്ചയിലാകെ 3 ദിവസാ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ. എപ്പോഴും എന്നെ തന്നെ കുറ്റം പറഞ്ഞോ? ഫ്രിഡ്ജ് കേടായിട്ട് ഒരാഴ്ചയായി. ദിവസം ഞാൻ പറയുന്നുണ്ട് ഫ്രിഡ്ജ് നന്നാക്കി തരാൻ. അതുമല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മാത്രം ഒരുപാട് രുചികരമായ ഭക്ഷണം വേണം. എപ്പ നോക്കിയാലും ഒരുപോലെ തന്നെയാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഫ്രിഡ്ജ് റിപ്പയറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് എങ്ങനെ പറയുന്നേ? ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. വേണമെന്ന് കരുതിയാ ഏത് രീതിയിൽ വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്, ഞാൻ പോകുന്നു. നിങ്ങൾക്ക് എന്താ എത്ര വലിയ അർജന്റ്? ബൈ. അതെ, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കാത്ത എന്താ? എനിക്ക് നിങ്ങളോടല്ലേ ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്യിച്ചേനെ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. നീ അത് റിപ്പയർ ചെയ്യേ തല്ലി പൊട്ടിക്കേ, അതൊക്കെ നിന്റെ ഇഷ്ടം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന പശ പോലെയാകും ഭക്ഷണം. എനിക്ക് ഈ കാര്യമായിട്ട് യാതൊരു ബന്ധമില്ല മോളെ. എന്താ ബന്ധമില്ലെന്നോ? അപ്പൊ നമ്മൾ തമ്മിൽ ബന്ധമില്ലാതായോ? ഓക്കെ ഓക്കെ, ഇവിടുത്തെ പണികളൊക്കെ ഏറ്റെടുത്തിട്ട് നാളെ മുതൽ ഓഫീസിൽ പോകണ്ടെന്ന് വെക്കാം. ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ എത്ര തവണ പറഞ്ഞാലും നിനക്ക് തന്നെ മനസ്സിലാവില്ല. എങ്കിൽ ഞാൻ ഒരു തവണ പറഞ്ഞാൽ അത് 1000 തവണ പറഞ്ഞ മാതിരി. ബൈ. അയ്യോ, ഈ രജനീകാന്തിന്റെ ഡയലോഗിന് ഒരു കുറവുമില്ല. ഫയൽ അടച്ചു വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം? വാന്നേ, വാ. അങ്ങോട്ട് നോക്കിക്കേ, ആ സീൻ എന്ത് രസാണെന്ന്. അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഫയൽ അടച്ചു വെച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ വൃത്തികെട്ട സീൻ കാണാൻ വേണ്ടിയായിരുന്നോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും 24 മണിക്കൂറും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. കെട്ടികളെ കുറിച്ച് എന്തെങ്കിലും ആലോചനയുണ്ടോ? എനിക്ക് വേണ്ടി സമയം ചെലവാക്കാൻ ഒട്ടുമില്ല നിങ്ങൾക്ക്. പകല് മുഴുവൻ കേസും കോടതിയുമായിട്ട് നടന്നിട്ട് രാത്രി വന്ന ഫയലും പുസ്തകമായിട്ട് ഗുസ്തി മറിച്ചല്. ഇതെന്തൊരു ജീവിതാണ്? നിനക്കെന്താ ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നം? നീ വലിയ ആഡംബരത്തിൽ തന്നെയാണല്ലോ കഴിയുന്നത്. സകല സൗഭാഗ്യങ്ങളും ഞാൻ നിനക്ക് തരുന്നില്ലേ? നിന്റെ ഈ സന്തോഷകരമായ ജീവിതം വേറെ ഏത് സ്ത്രീകൾക്കാ ലഭിക്കുക? അത് മനസ്സിലാക്കത്തെന്താ? അയ്യോ, അതുകൊണ്ടായില്ല. ഒരു ഭാര്യ സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ഇതൊന്നും പോരെന്നേ. പണം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രധാന കാര്യം. ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നാലേ നമ്മുടെ ദൈനംദിന കാര്യത്തിന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളെ